treasure, black pepper, everything. But they did build a and good railway. Kohinoor is precious and rarest diamond they have looted from here. ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞത് മാത്രമേ ട്രാവൽ വ്ളോഗർമാരായ എമ്മയ്ക്കും അലക്സിനും ഓർമ്മ കാണുള്ളൂ. ഇന്ത്യയിൽ നിന്ന് പലതും ബ്രിട്ടീഷുകാർ അടിച്ചോണ്ട് പോയില്ലേ എന്നായിരുന്നു 3 മലയാളി ചേച്ചിമാരുടെ ചോദ്യം. അതിലൊരു ചേച്ചി പറഞ്ഞ കാര്യമായിരുന്നു ദ പ്രഷ്യസ് ആൻഡ് ദ റെയറസ്റ്റ് ഡയമണ്ട് കോഹിനൂർ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയ കോഹിനൂർ എന്താണെന്ന് നോക്കിയാലോ? ലോകത്തിലെ ഏറ്റവും വിലയേറിയ രത്നം. വില എത്രന്നല്ലേ? ഏകദേശം 1300 കോടി രൂപ. പക്ഷേ ഈ രത്നം എങ്ങനെ ബ്രിട്ടനിലെത്തിയെന്നല്ലേ? പറയാം. കോഹിനൂർ ഒരു സാധാരണ രത്നമല്ല. അനവധി സാമ്രാജ്യങ്ങളുടെ വളർച്ചയും വീഴ്ചയും കണ്ട ഒരു അപൂർവ ചരിത്ര സാക്ഷിയാണ്. കോഹിനൂറിന്റെ യാത്ര തുടങ്ങിയത് ആന്ധ്രയിലെ കൃഷ്ണ നദിക്കരയിലുള്ള കൊല്ലൂർ ഖനികളിൽ നിന്നാണ്. ആദ്യം അത് കാകതീയ രാജവംശക്കാർ അവരുടെ കുലദേവതയായ ഭദ്രകാളിക്ക് സമർപ്പിച്ചു. പിന്നീട് കപ്പം കിട്ടിയ കണക്കിൽ ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജിയുടെ കയ്യിലെത്തി. 1526 മുഗളന്മാർ ഇന്ത്യ പിടിച്ചെടുത്തപ്പോൾ ബാബർ, ഷാജഹാൻ, ഔറംഗസേബ് ഇവരുടെ എല്ലാവരുടെയും കൈവശവും എത്തി. ഷാജഹാൻ തന്റെ മയൂര സിംഹാസനത്തിലും ഹിന്ദിന് താജ്മഹലിന്റെ മുകളിൽ പോലും ഇത് സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പേർഷ്യക്കാരൻ നാദിർ ഷാ ഇന്ത്യ ആക്രമിച്ച് ഈ രത്നം പേർഷ്യയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ ആബിദാലിയുടെ കയ്യിലേക്കും പിന്നീട് തിരികെ സിഖ് സാമ്രാജ്യാധിപനായ രഞ്ജിത് സിംഗിലേക്കും കോഹിനൂർ എത്തി. 1849 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിഖുകാരെ തോൽപ്പിച്ചു. അങ്ങനെ കോഹിനൂർ ഔദ്യോഗികമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് എത്തി. 1850 അവർ അത് വിക്ടോറിയ രാജ്ഞിക്കായി സമ്മാനിച്ചു. ഇന്ത്യ മാത്രമല്ല, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവരെല്ലാവരും കോഹിനൂർ രത്നത്തിന് അവകാശം ഉന്നയിച്ചിട്ടും ബ്രിട്ടന് അന്നും ഇന്നും ഒരേ മറുപടി മാത്രം: കോഹിനൂറിന് വ്യക്തമായ ഉടമസ്ഥരില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രത്നം ഇംഗ്ലീഷ് രാജ്ഞിക്ക് ലാഹോർ മഹാരാജാവ് കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. ലുധിയാന സ്വദേശിയുടെ വിവരാവകാശ നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഈ റിപ്പോർട്ട്. 186 ക്യാരറ്റിലധികം തൂക്കമുണ്ടായിരുന്ന കോഹിനൂർ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടത്തിൽ വെക്കാനായി 105 ക്യാരറ്റായി കുറച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ രത്നം കൈക്കലാക്കുക മാത്രമല്ല, ചെത്തിമിനുക്കി തിളക്കവും മൂല്യവും പോലും കുറച്ചു. പക്ഷേ ഇത്രയും വിലയേറിയ ഈ രത്നം ശപിക്കപ്പെട്ട രത്നമാണെന്ന് ഒരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കോഹിനൂർ സ്വന്തമാക്കിയ എല്ലാ രാജാക്കന്മാരും തോൽവിയോടെ സിംഹാസനം നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണോ എന്തോ ബ്രിട്ടനിൽ എത്തിയ ശേഷം രാജ്ഞിമാർ മാത്രമേ ഈ രത്നം ധരിക്കുന്നുള്ളൂ. ഇപ്പോ ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ എക്സിബിഷൻ വെച്ചിരിക്കുന്ന കോഹിനൂറിന്റെ ഇപ്പോഴത്തെ മൂല്യം വെച്ച് ലോകത്തെ മുഴുവൻ 2 ദിവസത്തേക്ക് ഊട്ടാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.